നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, കയ്യില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്താണ്? വലിയ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഈ LDF സർക്കാർ പഴയ UDF സർക്കാരിന്റെ തെളിയിക്കപ്പെടാത്ത പല ആരോപണങ്ങളെയും എടുത്തിപ്പോൾ വലിയ പ്രചാരണം കൊടുക്കുകയാണ്. വർഗീയത മാത്രം പറഞ്ഞു നടക്കുന്ന മന്ത്രിമാരുള്ള ഈ LDF സർക്കാർ ഈ KM ഷാജിയെ കുറിച്ച് പറയുന്നത് വർഗീയ പടർത്തുന്ന MLA എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്നു. അതുപോലെ ഈ ശബരിമലയിലെ അയ്യപ്പനെ വരെ കട്ടുകൊണ്ടുപോയി എന്ന് തന്നെ പറയണം. ഇത്രയും കോടിക്കണക്കിന് സ്വർണം കട്ടുകൊണ്ടുപോയി അതിന് ഇത്രയും കൂട്ടുനിന്ന ഈ എന്നിട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് മറുപടി പോലും പറയുന്നില്ല. മന്ത്രിക്ക് ഇതിലൊരു പങ്കുമില്ല, പറയാൻ അഭിപ്രായം നിയന്ത്രിക്കാനില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് പെരുമാറുന്നത്. എന്നിട്ടും പഴയ ദേവസ്വം മന്ത്രിക്കെതിരെ ഇവർ ആരോപണം ഉന്നയിക്കുന്നു. അതുപോലെ ആരോഗ്യം, അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ഈ ബാർക്കോഴ കേസിൽ ഇവർ അന്ന് പ്രധാനമായി ആരോപിച്ചത് ആർക്കെതിരെ? KM മാണിക്കെതിരെ. എന്നിട്ടിപ്പോൾ ഇതൊന്നും അറിയാതെ അതായത് K ബാബുവിനെ കുറിച്ച് എന്ത് പറയാനാണ്? അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ അത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് വായിച്ചായിരുന്നു. അദ്ദേഹം ഇത്രയും കാലം ചെയ്യാത്ത തെറ്റിന്റെ ആരോപണവും ചുമന്ന് നടക്കുകയായിരുന്നു. ഒരു ആൾക്കൂട്ടത്തിൽ പോയാൽ, എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതുകയാണെന്ന് തോന്നുന്നു, ആൾക്കൂട്ടത്തിനിടയിൽ പോകുമ്പോൾ ഒരാൾ നോക്കുമ്പോൾ പോലും ആ ഒരു കുറ്റത്തിന്റെ ഇതിലാണോ നോക്കുന്നതെന്ന് അദ്ദേഹം ഇത്രയും വർഷം, അത് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല, ഈ ആരോപണങ്ങളുമായി ജീവിച്ചവരാണ്. ഇതെല്ലാമാണ് ആരോപിക്കുന്നത്. ഇപ്പൊ ഈ ബാറിന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ സർക്കാർ എടുത്ത തീരുമാനം എന്താണ്? ഈ ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. റേഷൻ കടയ്ക്ക് പോലും നിയന്ത്രിതമായ സമയമാണ് ഉള്ളത്. അതേസമയം ബാറിന് അനിയന്ത്രിതമായി ചുരുക്കി പറഞ്ഞാൽ ഫുൾ ടൈം പ്രവർത്തിക്കാമെന്ന് തന്നെ പറയുന്നു. ആ തീരുമാനമെടുത്ത് അപ്പൊ ഇവർ കോഴ വാങ്ങിച്ചില്ല എന്നാണോ ഇവർ പറയുന്നത്? അതുപോലെ ഈ വലിയ വലിയ അഴിമതി ആരോപണങ്ങളെ നേരിടുന്ന ഈ LDF സർക്കാർ മുൻപ് 10 വർഷങ്ങൾക്ക് മുൻപ് കേരളം ഭരിച്ച UDF സർക്കാരിനെതിരെയുള്ള തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങളുമായാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് നേരിടാൻ ഒരുങ്ങുന്നത്. ചേച്ചി, അതൊരു ക്യാമ്പയിനാണ്. എന്താണ് നമ്മൾ പറഞ്ഞ പോലെ ഒരു വെബ്സൈറ്റിൽ അവരൊരു ക്യാമ്പയിൻ നടത്തുന്നതാണ്. ഇരുണ്ട കാലം, ആ ഇരുണ്ട കാലം ഇനി തിരിച്ചു വരണ്ട എന്നുള്ള രീതിയിലാണ് കാര്യം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 10 വർഷം എന്ന് പറയുന്നത് ഇരുണ്ട യുഗമായിരുന്നു കേരളത്തില് ഉണ്ടായിരുന്നത്. ആ യുഗം ഇനി തിരിച്ചു വരണ്ട, അല്ലെങ്കിൽ ഇരുണ്ട കാലം ഇനി തിരിച്ചു വരണ്ട. ഈ 10 വർഷക്കാലം ഇവർ പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 10 വർഷം ഇരുണ്ട യുഗം അല്ലെങ്കിൽ ഇരുണ്ട കാലമായിരുന്നു എന്നാണ്. അതിൻ്റെ അകത്താണ് ഇവർ ഓരോരുത്തരെ പറ്റിയും അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന MLA മാരെ പറ്റി അടക്കം പറയുന്നത്. ഞാൻ ഇതിനകത്ത് മെയിൻ ആയിട്ട് ചോദിക്കുന്നു, സോളാർ വിഷയം, കേരളത്തെ നാണം കെടുത്തിയ സോളാർ വിവാദം, സോളാർ വിഷയം എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരാണ്. എന്തുകൊണ്ട് കോൺഗ്രസിലെ ഒരു നേതാവിനെയെങ്കിലും ഇവര് ജയിലിൽ അടച്ചില്ല ഈ സോളാർ വിഷയത്തിൽ? അല്ലെങ്കിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉമ്മൻചാണ്ടിയെ പോലും, ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനസ്സിലായ കാര്യമാണ്. പിന്നീട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ വീണ്ടും സോളാർ വിഷയവുമായി കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല. അല്ല, ഈ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉമ്മൻചാണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ പോയി ചോദ്യം ചെയ്യാനിരിക്കുന്ന ആ ഒരു ചിത്രം പത്രങ്ങളിലൊക്കെ വന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചിത്രം തെളിയിക്കുന്നത് എന്നാണ്? ഇവിടെ ലാവ്ലിൻ കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. എത്ര തവണയാണ് അത് മാറ്റിവെച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ഇതെല്ലാം എന്തുകൊണ്ട് അതിൽ ഒരു അന്തിമ തീരുമാനം ആകുന്നില്ല? അപ്പോൾ അത് കേന്ദ്രവും ഈ CPM തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് തന്നെ പറയാം. പക്ഷേ UDF സർക്കാരിനെതിരെ ഇവർ ആരോപിച്ചതെല്ലാം വെറും ആരോപണങ്ങളായിരുന്നു എന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞ കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, പല പല പദ്ധതികളെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ UDF ഭരിക്കുമ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു പദ്ധതി സ്മൂത്ത് ആയിട്ട് നടപ്പിലാക്കാൻ ഈ CPM-കാരെ സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ല. എന്ത് കാര്യം അവർക്ക് പറയാനൊരു ന്യായീകരണമുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷം കൊണ്ടുവരുന്ന പദ്ധതിയിൽ, പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യേണ്ടത്. നാടിന് ആപത്തായിട്ടുള്ള പദ്ധതിയുമായി സർക്കാർ വരുമ്പോൾ അതിനെ എതിർക്കുകയാണ് യഥാർത്ഥ പ്രതിപക്ഷം ചെയ്യേണ്ടത്. ഇപ്പൊ കേരളിന്റെ വിഷയം വരുമ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ എതിർക്കുന്നത് കേരളത്തിന് അനിവാര്യമായും അല്ലെങ്കിൽ കേരളത്തിന്റെ ഈ പറയുന്ന ഘടനയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ഈ പ്രകൃതിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പദ്ധതി അല്ല കേരള. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേരളയിൽ വേണ്ടാന്ന് പറഞ്ഞത്. പക്ഷെ നല്ല ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് അംഗീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ കാര്യത്തിനും എതിർക്കുന്നതല്ല യഥാർത്ഥ പ്രതിപക്ഷം. അത് ഇതുവരെയും CPM-ന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് മനസ്സിലായിട്ടില്ല. അവരിനി പറയാൻ പോകുന്ന വാദം അതാണ് ആ ഒരു വിഷയത്തിൽ. അല്ല, ഇവരെ ഉന്നയിക്കുന്ന വിഴിഞ്ഞം പദ്ധതി ഇവരുടേതായി നടപ്പിലാക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവർ സ്ഥാപിക്കുന്ന, അതായത് ഈ സ്വന്തം LDF-ന്റേതായി ഇവർ അവകാശപ്പെടുന്ന വിഴിഞ്ഞം, മെട്രോ, ഗെയിൽ തുടങ്ങി സകല പദ്ധതികൾക്കും തുരങ്കം വെക്കുന്ന നടപടികളായിരുന്നു ഈ LDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോൾ അതെല്ലാം
സക്സസ് ആയി കഴിഞ്ഞപ്പോൾ അവർ ഇതിന്റെ എല്ലാം പിതൃത്വം സ്വയം അല്ല, ഏറ്റെടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്നുണ്ട്. ഈ 10 വർഷത്തിനിടയിൽ ഇവർ കൊണ്ടുവന്ന ഇവരുടേതെന്ന അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു പദ്ധതിയുടെ പേര് ഇവർ പറയട്ടെ. ഈ പറയുന്ന വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിന് അറിയാവുന്നത് ആരുടെ പദ്ധതിയാണ് എന്നുള്ളത്. മെട്രോ, കൊച്ചി മെട്രോ ആകട്ടെ, ഇത് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? അത്തരം മാറ്റങ്ങൾ ജനസമ്പർക്ക പരിപാടിയുമായി ഓടി നടന്ന് പിന്നെ ഇവര് പെൻഷൻ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. പെൻഷൻ തുകയിൽ മാറ്റം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആരായിരുന്നു? ആ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നില്ല. അപ്പൊ പിന്നെ അതെങ്ങനെയാണ് ഒരു ഇരുണ്ട കാലമാകുന്നത്? ഇരുണ്ട കാലമായിരുന്നു സത്യത്തിൽ. അത് CPM-ന് ഇടതുമുന്നണിക്കും ആ 5 വർഷം ഇരുണ്ട കാലം തന്നെയാണ്. നമ്മൾ ഈ വികസനത്തിന്റെ കാര്യം എടുത്താൽ ഉമ്മൻചാണ്ടി സർക്കാർ മാറി മാറി വന്ന സർക്കാരുകൾ പല വികസനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 10 വർഷത്തെ കാര്യം എടുത്താൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന പദ്ധതികളെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സംഭാവനയാണ്. ഈ പറയുന്നതൊന്നും ഇടതുമുന്നണിയുടെയോ CPM-ന്റെയോ സംഭാവനയല്ല. പിന്നെ അത് ഏത് അടിസ്ഥാനത്തിലാണ് ഇരുണ്ട കാലം എന്ന് ഇവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ചേച്ചി പറഞ്ഞു ബാർകോഴ വിഷയത്തിൽ അന്ന് അവർ ഏറ്റവും കൂടുതൽ അന്ന് ടാർഗറ്റ് ചെയ്ത ബാർകോഴിൽ പറഞ്ഞ ആളാരാണ്? KM മാണി. ഇപ്പൊ KM മാണിയുടെ പേര് പോലും അവർ പരാമർശിക്കില്ല. എന്താണ്? മാണിയുടെ മകന് പാർക്കൊപ്പമാണ്. അതുകൊണ്ടാണോ മാണിയുടെ പേര് ഇതിന്റെ അകത്ത് വലിച്ചിട്ട് K ബാബുവിനെ അല്ല, മാണിയുടെ പേര് വലിച്ചിട്ടാൽ മകൻ പിണങ്ങി പോകുന്നുള്ള പേടിയാണോ? അതുകൊണ്ടാണോ ഇത്തരം ഒരു നിലപാടെടുത്തത്? അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രം അതിനെ മോഡുലേറ്റ് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ആ ഒരു 5 വർഷം ഇരുണ്ട വർഷമാണെന്നിരിക്കട്ടെ, ആ ഒരു കാലഘട്ടം ഇരുണ്ട കേരളത്തെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടവിടെ KM മാണിയുടെ പേര് പരാമർശിച്ചില്ല എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എന്തുകൊണ്ട് KM മാണി സോളാർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് KM മാണിയുടെ പേര് പക്ഷെ ഇവർ മറ്റൊരു കാര്യത്തിന് ഉത്തരം പറഞ്ഞേ കഴിയുള്ളൂ. 10 വർഷമായി ഇവിടെ LDF ഭരിക്കുന്നു. പാവം വെള്ളാപ്പള്ളി നടേശന് മലപ്പുറത്ത് ഒരു സ്കൂൾ തുടങ്ങാനുള്ള സാഹചര്യം ഇവിടുത്തെ സർക്കാർ ചെയ്തു കൊടുത്തില്ല എന്നത് വലിയൊരു പരാതിയാണ്. അതും കൂടെ ഈ സർക്കാർ ഒന്ന് പരിഹരിച്ചു കൊടുത്താൽ കൊള്ളാമായിരുന്നു. അല്ല, അതാണ് പരിഹരിക്കേണ്ടത്. അതും കൂടെ പരിഹരിക്കുമ്പോൾ ഈ സർക്കാർ പൂർണ്ണമായി LDF വന്നു, എല്ലാം ശരിയായി, എല്ലാ പരാതികളും അതോടുകൂടി തീരുമല്ലോ.